ഹായ്. ഞാൻ 2-3 ദിവസം കൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല. എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിടന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് നമ്മൾ പറയുമല്ലോ പട്ടിണിക്കിടരുതെന്ന്, അതുപോലെ അപ്ലോഡ് ചെയ്തെന്നേ ഉള്ളൂ. 2-3 ദിവസം കൊണ്ട് ഒരുപാട് ടെൻഷനിലായിരുന്നു. ഇപ്പോഴും ടെൻഷനിൽ തന്നെയാണ്. പിന്നെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ചില പ്രതിസന്ധികളെ നമ്മൾ നേരിടേണ്ടി വരും. അപ്പം ഈ ദുഷ്ടരെ പന പോലെ വളർത്തും എന്ന് കേട്ടിട്ടില്ലേ? അതാ ഇപ്പം നടക്കുന്നതെന്ന് തോന്നി ലോകത്ത്. നല്ല മനുഷ്യർക്കൊന്നും കാലമില്ലെന്ന് തോന്നുന്നു. ദുഷ്ടന്മാരെ അങ്ങ് വളർത്തി വിടുക. എന്നെങ്കിലുമൊക്കെ അവർക്കൊരു പതനം വരുമായിരിക്കുമല്ലേ. അങ്ങനെ ഇച്ചിരി ടെൻഷനിലായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ നല്ലത് ചെയ്താൽ, നമ്മൾ ഒരു തെറ്റും ചെയ്യാതിരുന്ന നമ്മളെ സഹായിക്കാൻ വേറെ ആരെങ്കിലുമൊക്കെ വരും. ഇപ്പം 3 ദിവസം കൊണ്ട് എനിക്ക് ഭയങ്കര മറ്റുള്ളവരൊരു സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിലൊക്കെ സഹായിക്കാൻ ദൈവം പറഞ്ഞു വിട്ടതുപോലെ കുറച്ച് മനുഷ്യർ, ഇവരോടൊക്കെയുള്ള കടപ്പാട് എങ്ങനെ തീർക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോഴും. നമ്മുടെ അച്ഛനെയും അമ്മയോടുള്ള കടപ്പാട് നമുക്ക് അവരെ നോക്കി തീർക്കാം, അവരെ സംരക്ഷിച്ച് നമുക്ക് തീർക്കാം. പക്ഷേ ഒരു പ്രതിഫലം ഇച്ഛിക്കാതെ നമ്മളെ സഹായിക്കുന്നവർ എന്തു കൊടുത്താ പ്രത്യുപകാരം ചെയ്യാൻ പറ്റുക? 2-3 ദിവസം ഒരുപാട് ടെൻഷൻ അടിച്ച് ഒരുപാട് കാര്യത്തിന് വേണ്ടി ബുദ്ധിമുട്ടി. ഇപ്പോഴും അത് സോൾവ് ആയെന്ന് പറയാൻ പറ്റത്തില്ല. ഈ മാസം അവസാനത്തോടെ അതിൻ്റെ ഒരു അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ 2-3 ദിവസം കൊണ്ട് വീഡിയോ ചെയ്ത്. അപ്പോഴും എല്ലാവരും എന്നോട് പറയുന്നുണ്ട്, പ്രശ്നത്തിലെല്ലാം ഒരു പരിഹാരം എന്തെങ്കിലും കാണും, നീ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നു പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാനൊന്നും മുൻകൂട്ടി പഠിച്ചിട്ടൊന്നുമല്ല വന്ന് 2-3 വട്ടം ആ ഡയലോഗ് ഒന്ന് കേൾക്കും, അതിനനുസരിച്ച് ലിപ്പ് മൂവ്മെൻറ്റ് കൊടുത്തങ്ങ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഞാൻ അതിനായിട്ട് പ്രത്യേകിച്ച് സമയം പോലും മാറ്റി വെക്കാറില്ല. ചെയ്യാൻ ഒരു മനസ്സില്ല. അത് മനസ്സിങ്ങനെ കലുഷിതമായി കിടക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. ഈശ്വരനുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈശ്വരനുണ്ട്. ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ എങ്ങനെങ്കിലുമൊക്കെ സഹായിക്കാൻ കാണും. എങ്കിലും നല്ല മനുഷ്യർ ഈശ്വരൻ സംരക്ഷിക്കട്ടെ, ദുഷ്ടന്മാരെ പന പോലെ വളർത്താതെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.